ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, യു എയിലെ ഫ്ലഡ് സിറ്റുവേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആക്ച്വലി നിങ്ങൾ എല്ലാവരും ഇപ്പോൾ അവെയർ ആയിരിക്കും. ഓൾറെഡി എന്താ പറയുക, ന്യൂസ് ചാനലിലൂടെയും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവിനോടൊക്കെ സംസാരിച്ചപ്പോഴൊക്കെ ഇവിടുത്തെ സിറ്റുവേഷനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവണം. അതേ ഗൈസ്, ഇവിടെ വെള്ളപ്പൊക്കത്തിലാണ്, എന്താ പറയുക, നമ്മുടെ ജനജീവിതം തന്നെ സ്തംഭിച്ച ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്, ലാസ്റ്റ് ട്യൂസ്ഡേ ആയിരുന്നു ഈ സംഭവം ഉണ്ടായത്. നമുക്കറിയാം 2018 കേരളത്തിൽ നമുക്കറിയാം വലിയ ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ കേരളത്തിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അല്ല യു എയിൽ. നമുക്കവിടെ കുറേ നാൾ വലിയ മഴ ഇരുന്നപ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത്. പക്ഷെ ഇവിടെ യു എയെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയാണല്ലോ. അപ്പോൾ ഒറ്റ ദിവസത്തെ ആ ഒരു മഴ കൊണ്ട് തന്നെ നമ്മളുടെ അവസ്ഥ വളരെ പ്രശ്നത്തിലായി. ഞാനും ആക്ച്വലി ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും വലിയൊരു പ്രശ്നമായിരിക്കും. ആക്ച്വലി നമുക്കൊരു അലേർട്ടൊക്കെ തന്നെങ്കിലും നമ്മൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ നോർമൽ രീതിയിൽ തന്നെ ട്യൂസ്ഡേ രാവിലെ കെട്ടുകിടക്കൊക്കെ എടുത്ത് എൻ്റെ ഡ്യൂട്ടിക്ക് പോയി. 10 to 7 ആയിരുന്നു ഡ്യൂട്ടി. അപ്പോൾ യൂഷ്വലി മഴ സമയത്ത് നമുക്ക് കാർ ലിഫ്റ്റ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, മഴ ആയതുകൊണ്ട് അവർക്ക് കാർ ലിഫ്റ്റ് ഇല്ല, ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ബസ് കയറി, മെട്രോ സ്റ്റേഷൻ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തി. പക്ഷേ എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും മെട്രോയിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അവസാനം ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞിട്ട് അവർ പിന്നെ വണ്ടി അയച്ചു. അങ്ങനെ ആ ഹോസ്പിറ്റൽ ബസ്സിൽ കയറി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ഡ്രൈവർ കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഈ സിറ്റുവേഷൻ. ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ പുറത്തേക്ക് ഭയങ്കര മഴയും കാര്യങ്ങളും. അങ്ങനെ 7 o'clock വരെയുള്ള ഡ്യൂട്ടി എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ പതുക്കെ ഞങ്ങളൊരു 4 o'clock ഒക്കെ ആയപ്പം ഷാർജയിലുള്ള സ്റ്റാഫ് എല്ലാവരും കൂടി 4 o'clock ആകുമ്പോൾ ഇറങ്ങാന്ന് വെച്ചിട്ട് ഞങ്ങളെ ഹോസ്പിറ്റൽ വണ്ടി തന്നെ ഞങ്ങളെ കൊണ്ടുവന്ന് മെട്രോ സ്റ്റേഷൻ എത്തിച്ചു. യൂഷ്വലി നമുക്കൊരു 30 to 35 minutes ആണ് മെട്രോയിലുള്ള യാത്ര. പക്ഷെ അന്നത്തെ അവസ്ഥയിൽ ഞങ്ങൾ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 മണിക്കൂർ, അതായത് 4 മണിക്കൂർ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറി അടുത്ത മെട്രോ സ്റ്റേഷനിലേക്ക് യൂണിയൻ എത്തണം നമ്മൾ. അവിടെ എത്തിയപ്പോഴത്തേക്ക് 7:30 മണിയായി. അതായത് അത്രയ്ക്കും സിറ്റുവേഷൻ ആയിപ്പോയി. അതുപോലെ മെട്രോയ്ക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. അതായത് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള യാത്രാ സൗകര്യമുള്ള സംഭവമാണ് മെട്രോ. ആ മെട്രോയ്ക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ ഞങ്ങൾ യൂണിയൻ എത്തി. വളരെ പ്രശ്നമാണ് എന്ന് മനസ്സിലായി. അവിടെ എത്തിയപ്പോൾ തന്നെ RTOയുടെ ബസ്സില്ല, ടാക്സി ഇല്ല, സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. ഫോണിന്റെ ചാർജ് ആണെങ്കിൽ ഓരോന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഷാർജയിലെ അവസ്ഥ വളരെ പ്രശ്നമാണ്. അങ്ങനെ 10:30 11 മണിയൊക്കെ ആയപ്പോൾ ഒരവസ്ഥ ഇല്ലാന്ന് കണ്ടപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേറെ നിവർത്തിയില്ല, നിങ്ങൾ അവിടെ അങ്ങനെ റൂം എടുക്ക്. അങ്ങനെ ഞങ്ങളൊരു 3-4 പേര് കൂടി അവിടെ റൂം എടുത്തു. അതാണിത്, ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുത്തു. ഭയങ്കര ടെൻഷനായി, കാരണം നമുക്ക് ഇങ്ങനൊന്നും ശീലമില്ലല്ലോ, ഇങ്ങനൊന്നും പരിചയമില്ല. അങ്ങനെ നമ്മൾ റൂം എടുത്ത് അന്ന് അവിടെ തങ്ങി. അതായത് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മുടെ കൂടെ. അതായത് എന്താ പറയാ, ഞങ്ങളവിടെ മെട്രോ സ്റ്റേഷനിൽ വെച്ച് കണ്ട 2 ചേച്ചിമാരും ഒരു ചെറുക്കൻ കൊച്ചും, ശരിക്കും അവരെ മറക്കാൻ പറ്റില്ല കേട്ടോ. അതായത് ആളുടെ പേര് അഫ്സൽ എന്നാണ്, ചേച്ചിയുടെ പേര് സ്മിത, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അഫ്സലാണെന്ന് പറഞ്ഞാലും ഒരു ബ്രദർലി ഫീലിംഗിൽ, ലൈക്ക് ആള് നമ്മളെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും ആ രാത്രിയിൽ നമുക്ക് അവിടെ റൂം എടുക്കാനും ഹെൽപ്പ് ചെയ്തതും ഒക്കെ പുള്ളിയാണ്. ഞങ്ങൾക്ക് 3 ലേഡീസിനും കൂടെ റൂം സെറ്റാക്കി തന്നു. ആള് റൂം എടുത്തു. പിന്നെ അങ്ങനെ പിന്നെ ഈ സ്മിത ചേച്ചിയുടെ ഹസ്ബൻഡ് ആളും ദുബായിലെ ബർഷയിൽ പെട്ടുപോയായിരുന്നു. ആൾക്ക് വണ്ടിയും കൊണ്ട് മൂവ് ആകാൻ പറ്റാത്ത രീതിയിൽ. പിന്നെ പിറ്റേ ദിവസം രാവിലെ, അതായത് വെനസ്ഡേ രാവിലെ മോർണിംഗ് ലൈക്ക് 5 o'clock ഒക്കെ ആയപ്പോൾ ആൾ അവിടെ എത്തി. ഞങ്ങൾ ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും വീടെത്തണമല്ലോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ, അപ്പോഴത്തേക്കും ഓൾറെഡി ഫോണൊക്കെ നമ്മുടെ സ്വിച്ച് ഓഫ് ആയിട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകുന്ന സമയത്തും ലൈക്ക് എന്താ പറയാ, ഞമ്മള് കുറെ എത്തിയപ്പോഴത്തേക്കും തന്നെ നമുക്കൊരു കുറെ സമയത്ത് എത്തിയപ്പോഴത്തേക്കും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മുംബൈക്ക് വണ്ടി പോയില്ല. അവിടെ പിന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തത് ഇറങ്ങി നടക്കുന്ന സിറ്റുവേഷൻ ആണ് ഈ കാണുന്നത്. വെള്ളത്തിന്റെയൊക്കെ അവസ്ഥ ഉണ്ട്. അതായത് നമ്മുടെ വേസ്റ്റ് ബീൻ എല്ലാം മറിഞ്ഞ് എല്ലാ തരത്തിലുള്ള വേസ്റ്റ് ഉണ്ട് ഗൈസ് അതിനകത്ത്. അപ്പം നമ്മൾ ആ വെള്ളത്തിനകത്തൂടെ നടന്നു പോവുകയാണ്. പിന്നെ നമ്മളപ്പം വൃത്തിയും കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തുക, അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. അതായത് നമ്മൾ ഓൾറെഡി ശരിക്കും പാനിക്കായി, കാരണം എല്ലാവരും പറയുന്നുണ്ട് ഒരു 3-4 days കഴിയാൻ നമുക്ക് ഷാർജ എത്താൻ പറ്റില്ല. കാരണം ദുബായിൽ അത്രയും അവസ്ഥയാണെങ്കിൽ ഷാർജ മൊത്തത്തിൽ വെള്ളത്തിനടിയിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാൻ പിന്നെ ഹസ്ബൻഡിനെ ഓൾറെഡി വിളിച്ചു, ആളും കൂടെ വരട്ടെ എന്ന് വെച്ചിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഒന്നാമത്തെ കാര്യം കണ്ടില്ലേ, റോഡ് ഏതാണ്, ഇതിൽ കൂടെ നടക്കേണ്ടതെന്നൊന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ. നമ്മൾ നടന്നു നീങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് ടൈലൊക്കെ പൊളിഞ്ഞ് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി കേട്ടോ. അല്ലാണ്ട് ഞാൻ ഹസ്ബൻഡിന് മനഃപൂർവ്വം പണി കൊടുത്തതല്ല.
അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്താ പറയാ, ദാമ്പത്യ ജീവിതത്തിൽ ഹസ്ബൻഡിനും വൈഫിനും തുല്യ സ്ഥാനമാണല്ലോ. അങ്ങനെ പാവം എൻ്റെ ഏട്ടനും കൂടെ അവിടെ എത്തി. അങ്ങനെ ഞങ്ങള് പതുക്കെ ഒരു തരത്തിൽ കഷ്ടപ്പെട്ട് നടന്നു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞാല് നമുക്ക് എന്താ പറയാ, നമുക്ക് തലേദിവസം വരെ ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാര് അവരൊക്കെ നമ്മുടെ ലൈഫിൽ ഇത്രയും വലിയൊരു ഇൻസിഡന്റ് സമയത്ത് നമുക്കൊരു എന്താ പറയുക, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ശരിക്കും ഒരു ബ്ലസ്ഫുൾ സിറ്റുവേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതുവരെ പരിചയമില്ലാത്ത ഒരാൾക്ക് ഞങ്ങളവിടെ മെട്രോ സ്റ്റേഷനിൽ വെച്ച് കണ്ടതാണ് ഈ പറഞ്ഞ സ്മിത ചേച്ചീനെയും അഫ്സലിനെയൊക്കെ. അപ്പോൾ അഫ്സലാണെങ്കിലും അന്ന് രാത്രി മൊത്തം ആള് ഒരു ആണൊരുത്തൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് അതിലെ കൂടെ പോകാനും എല്ലായിടത്തും റൂം അന്വേഷിക്കാനും നമുക്ക് വേണ്ടി സംസാരിക്കാനും ഒക്കെ ആള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ കൊച്ച്. പിന്നെ സ്മിത ചേച്ചി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചേച്ചിയുടെ ഹസ്ബൻഡ് രാവിലെ വന്നു ഞങ്ങളെ കൊണ്ടുപോന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കിസൈസ് വരെയൊക്കെ എത്തി. അവിടെ കഴിഞ്ഞ് കുറെ എത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല. വീണ്ടും തിരിച്ചു പോയപ്പോൾ ഈ സ്മിത ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഒരു റിലേറ്റീവ് തന്നെ ഉണ്ടായിരുന്നു കിസൈസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അങ്ങോട്ടേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ നിന്നു. അതായത് രാവിലെ എനിക്ക് ഒരു 8:30 9 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. വെനസ്ഡേ അവിടെ ചെന്നപ്പോൾ ആണെങ്കിൽ അവിടുത്തെ അങ്കിൾ ആണെങ്കിലും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാനും എല്ലാം ഭയങ്കര ഒരു, പിന്നെ അതിപ്പോഴും നമ്മുടെ മനസ്സിലൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഫാമിലിയുടെ അടുത്തെത്താൻ പറ്റുന്നില്ല, കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു സങ്കടം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു വൈകുന്നേരം 3 മണിയൊക്കെ അല്ല 2 മണിയൊക്കെ ആയപ്പോഴാന്ന് തോന്നുന്നു. 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് അതൊക്കെ നടക്കാനായിട്ട് ഉള്ള ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇപ്പം ഇവിടുന്ന് ഇവിടെ ഇറങ്ങിയിട്ട് നടക്കാന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അടുത്തായിരിക്കും. പക്ഷെ അല്ല ഗൈസ്, ഞങ്ങൾക്ക് ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. അതായത് ഓൾമോസ്റ്റ് ഒരു 1 ഹവറോളം നടക്കേണ്ടി വന്നു ഈ ചീഞ്ഞ വെള്ളത്തിനകത്തൂടെ. പിന്നെ ഈ പറഞ്ഞ പോലെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പെട്ടെന്ന് എത്താമല്ലോ എന്നുള്ള. കാരണം തലേദിവസം ഞാൻ രാവിലെ അവൻ എണീക്കുന്നതിന് മുമ്പേ ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ എന്താ പറയാ, നമുക്ക് ഫ്ലഡ് സിറ്റുവേഷൻ നമുക്കൊരു പാനിക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെയാണ് നമ്മളുള്ളതെങ്കിൽ നമുക്കത് ഒരു ടെൻഷന്റെ ലെവൽ ഇച്ചിരി കുറവായിരിക്കും അല്ലേ. നമുക്കിനി എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ അവരുടെ കൂടെ ആണല്ലോ എന്നൊരു സമാധാനം. പക്ഷെ എൻ്റെ അവസ്ഥയിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും ഓൾറെഡി പോയി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെങ്കിലും സ്റ്റേ ബാക്ക് ചെയ്യായിരുന്നു. ഇതിപ്പം വീട്ടിലും എത്താൻ പറ്റില്ല, ഹോസ്പിറ്റലിലും അല്ല, ഒരുമാതിരി നടുക്കെത്തിപ്പോയ ഒരവസ്ഥയിൽ എത്ര ദിവസം വെച്ച് നമുക്ക് ഹോട്ടലിലൊക്കെ നമ്മൾ റൂം എടുത്ത് നിൽക്കും. നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും പരിചയമില്ല, നമ്മുടെ കൂട്ടത്തിൽ ഹസ്ബൻഡോ ഒന്നും ഇല്ല. അപ്പം നമുക്ക് അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളും അല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും താണ്ടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, സിഗ്നലൊക്കെ വോക്കിംഗ് ടൈം ഒക്കെയാ, ഒരു കാര്യമില്ല. എന്തൊക്കെയായിരുന്നു. അപ്പോൾ സിഗ്നൽ എവിടെയാണ്, വഴി എവിടെയാണ്, കട എവിടെയാണ് ഒന്നും അറിയില്ല. പോകുന്ന വഴിക്ക് കാണാം കടകളുടെയൊക്കെ ഗ്ലാസ് എല്ലാം ഇടിഞ്ഞ് തെറിച്ച് കിടക്കുന്നത്. ശരിക്കും ഒരുപാട് നഷ്ടങ്ങൾ കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി കുറേ നാളെടുക്കും UAE ഒന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വരാനാണ്, മെയിൻലി ഷാർജ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഷാർജ എത്തിപ്പെട്ടിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. ഇപ്പം എത്രയാണ്, 4-5 ദിവസമായി. പക്ഷേ ദുബായിലെ അവസ്ഥ ആക്ച്വലി റിക്കവർ ആയി എന്ന് തന്നെ പറയാം. പക്ഷേ ഷാർജയിലത്തെ അവസ്ഥ ഇപ്പോഴും ഈ സെയിം അവസ്ഥ തന്നെയാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഏട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് ബൈക്കൊക്കെ വാങ്ങിച്ചിട്ട് പാവം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് എന്താ പറയുക, ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അൽക്കാസ്മിയ എന്നൊക്കെയുള്ള സ്ഥലമാണ്. അൽക്കാസ്മിയാണ്. അപ്പം നിങ്ങൾ ന്യൂസിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം, ഷാർജയിൽ അൽക്കാസ്മിയ, അബുഷാഗര, അൽമജാസ്, അൽവാദ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സ്ഥലങ്ങളാണ്. ഇപ്പോഴും വെള്ളത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല. അതേ അവസ്ഥയിൽ തന്നെ വെള്ളം കിടക്കുവാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിലാണ്. ഞങ്ങളുടെയൊക്കെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂസ്ഡേ രാത്രിയിൽ പോയ കറണ്ട് ഇന്ന് വെളുപ്പിനെയാണ് വന്നത്. അതായത് എന്താ പറയുക, ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ് ലൈൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് വെള്ളം കയറിയപ്പോൾ ഓട്ടോമാറ്റിക്കലി കറണ്ട് പോയി. അപ്പം ഞങ്ങളുടെയൊക്കെ 7th ഫ്ലോറാണ്. ഇതിപ്പോൾ ഇന്ന് ട്യൂസ്ഡേ അന്ന് വൈകുന്നേരം 6 മണി ആയപ്പോഴാണ് ഞാൻ വീടെത്തുന്നത്. ഇവിടുന്ന് ഇത്രയും നടന്നിട്ട് വീണ്ടും 7 നില കയറിയാണ് വീടെത്തുന്നത്. അതിനെക്കാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു വെള്ളമില്ല. അത് കേട്ടപ്പോൾ തന്നെ ചങ്ക് പൊട്ടിപ്പോയി. കാരണം വേറൊന്നും കൊണ്ടല്ല, അതായത് ഈ ചീഞ്ഞ വെള്ളത്തിൽ കൂടെ നടന്നിട്ട് കുളിക്കാതെ കയറി പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞേക്കുക. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞ ടെൻഷൻ അടിക്കണ്ട, അതിനൊക്കെ കുളിക്കാനുള്ള വെള്ളം ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ കുളിച്ചിട്ട് വീട്ടിൽ കയറിയാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇന്ന് രാവിലെ കറണ്ട് വന്നു. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനാണെങ്കിലും വൈഫൈ ഇപ്പം നാട്ടിലാണെങ്കിലും എല്ലാവർക്കും ടെൻഷൻ അല്ലേ, കാരണം നമ്മുടെ കാര്യങ്ങളൊന്നും അറിയില്ല.
പിന്നെ തന്നെയാണെങ്കിൽ എന്താ, ഞങ്ങൾ 7th ഫ്ലോറാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ 7 നില കയറി ഇറങ്ങി വേണം പോകാനായിട്ട്. പിന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഫ്രിഡ്ജ് വർക്ക് ആവുന്നില്ല. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ആ വിത്തിൻ 2 days തന്നെ എടുത്ത് തീർക്കേണ്ടതായിട്ട് വന്നു. കാരണം ഫ്രിഡ്ജും കൂടെ വർക്കിംഗ് അല്ലാണ്ട് നമ്മൾ വെച്ചോണ്ടൊരു കാര്യമില്ലല്ലോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പന്ന വെള്ളത്തിൽ കൂടെ ഇറങ്ങിയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അന്നൊരു ദിവസത്തേക്കുള്ളത് മേടിക്കാൻ പറ്റുള്ളൂ. പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ പോലത്തെ ഒരു അവസ്ഥയല്ല. ഇപ്പൊ വെള്ളമൊക്കെ വളരെ മുഷിഞ്ഞ അവസ്ഥയിലായി, ഭയങ്കര പന്ന വെള്ളമായി. ആ വെള്ളത്തിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി. കാരണം ചെളിയും കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് ഒരുമാതിരി വൃത്തികെട്ട അവസ്ഥയായി, ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മളിനി വെള്ളത്തിലേക്കൊന്നും ഇറങ്ങരുത്, മാക്സിമം സേഫായിട്ട് റൂമിൽ തന്നെ ഇരിക്കുക. പിന്നെ ഫുഡ് ആൻഡ് വാട്ടർ അറ്റ്ലീസ്റ്റ് 1 ഡേ എങ്കിലും അവർ എത്തിക്കാൻ ശ്രമിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ജനജീവിതം സ്തംഭിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പം തന്നെ നമുക്ക് ഡ്യൂട്ടിക്കും കാര്യങ്ങൾക്കും ഒന്നും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സിറ്റുവേഷൻസ് ഒക്കെ വളരെ പ്രശ്നത്തിൽ തന്നെയാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ഈ പന്ന വെള്ളത്തിലൊന്നും ഇറങ്ങി പോകാതിരിക്കുക. കാരണം ഉറപ്പായിട്ട് ഇൻഫെക്ഷ്യസ് ആണ് സംഭവങ്ങൾ. പിന്നെ എല്ലാവരും പാനിക്കാവാതെ കെയർഫുൾ ആയിട്ടിരിക്കുക എന്നാണ് പറയാനുള്ളത്. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബി സേഫ്. ബൈ.